ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു സ്ഥലമുണ്ട് കേട്ടോ. മഞ്ചേരി വായ്പാറപ്പടി വെള്ളാരങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മീൻ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു വലിയ കുളം. ആ കുളത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ മീനെ വാങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ നമുക്കവർ ചൂണ്ടൽ തരും. ആ ചൂണ്ടലിട്ട് നമ്മൾ പിടിക്കുന്ന മീനെ നമുക്ക് സ്വന്തം, അതിനെത്ര തൂക്കം അതിൻ്റെ വില കൊടുത്ത് നമുക്ക് വാങ്ങിപ്പോവാം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളെ കൂടെ ഇതാക്കണ നമ്മളെ ആഷിഖുണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഫർഷാദ് ഒരു ഹായ് കറി, നമ്മളെ ഫയാസ് ഉണ്ട്, ഫയാസറായി, ദാനിഷും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേരൂടെയാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ ആ കുളം കണ്ടെങ്കിൽ ഒരു വലിയ കുളം കേട്ടോ, കണ്ട് ഞെട്ടിപ്പോരുത് നിങ്ങൾ. കുളം കേട്ടോ, ഇതാ വലിയ കുളമാണ്. വയസ്സേ ഏകദേശം ഇത് എത്ര ഉണ്ടാവും വയസ്സേ? എത്ര സ്ഥലത്ത് ഈ കുളം ഉണ്ടാവും? ഈ കുളം മാത്രം? ആ കുളം ഏകദേശം ഒരേക്കറോളം കുളം ഉണ്ട്. ഇതാ ഇവിടുന്ന് ഞാനിവിടെ നിൽക്കുന്ന അടുത്തുനിന്ന് ഇതാ അറ്റം വരെയാണ് കുളം ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് അത്രയും മീനുണ്ട്, ഒരുപാട് മീൻ ഇതിൽ വളർത്തുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുക എങ്ങനെ കിട്ടുകയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ചൂണ്ടയിടുക, അതിൽ കുടുങ്ങുന്ന മീൻ നമുക്ക് സ്വന്തം, അതിനെ തൂക്കി അതിൻ്റെ വിലയും കൊടുത്ത് നമ്മൾ കൊണ്ടുപോവുക, അതാണ് ടാസ്ക്. അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കാം എന്തായാലും. മൊഞ്ചനെത്തിയിട്ടുണ്ട് ആളപ്പോൾ 6 ആളായി. മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളതിന് ഉപയോഗിക്കണത് എന്താ വെച്ചാൽ തീറ്റ കോഴി വേസ്റ്റാണ്. കോഴി വേസ്റ്റ് നമ്മൾ ചൂണ്ടയിൽ കൊളുത്തിയിട്ടാണ്, എന്നിട്ടാണ് നമ്മൾ മീൻ പിടിക്കണേ. അപ്പോൾ കോഴി വേസ്റ്റൊക്കെ കൊളുത്തി സെറ്റാക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ആദ്യത്തെ ചൂണ്ടിടാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് പിടിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് നോക്കാം. ഇവിടെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് കിട്ടുമോ എന്ന് അറിയത്തില്ല. ഇവിടെ എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം. പിടിച്ചില്ലേ? ആദ്യത്തെ മീനെ കിട്ടിട്ടോ? വിട്ടോ? മീൻ കൊളത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താന്ന് വെച്ചാൽ അത് വിട്ടുപോയിട്ടോ. അപ്പോൾ മീന് ആ തീറ്റ മേടിച്ചോണ്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും തീറ്റ കൊളുത്താണ്. 2 ചൂണ്ടലാണ് കേട്ടോ മൊത്തമുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഈ ചൂണ്ടയിലും കൂടി തീറ്റ കൊളുത്തിയിട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടാതിരിക്കില്ല, എന്തായാലും കിട്ടും. കാരണം ഇവിടെ വളർത്തുന്നതല്ല, ഇവിടെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം എന്തായാലും. ഒരു മീനെ കിട്ടി, ആദ്യം കിട്ടിയ മീനെ കണ്ടേ. അത് ചെറുതാണ്, നമ്മൾ റിലീസ് ചെയ്യാൻ പോകണം. അതിനെ ചെറിയ മീനായതുകൊണ്ട് റിലീസ് ചെയ്യാണ്. നമുക്കൊരു 2 കിലോ 2.5 കിലോ ആ റേഞ്ചിലുള്ള മീനെ ഇതിന്ന് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ റിലീസ് ചെയ്ത് വിടുകയാണ് കേട്ടോ. ഒന്ന് കാണിച്ചതിനെ. ഓക്കെ
അല്ല അതന്നെ റിലീസാക്കാണ്. ചെറുതിനെ പറ്റില്ലാറല്ലേ, ഒക്കെ ചെറുതാ വരുന്ന നമുക്ക്. ചെറിയ കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാണ്. നമുക്കിതൊന്നും പോരാ, ഇത് അരക്കിലോ ഉള്ളൂ. നോക്കാം, ഇതിലെങ്കിലും വലുതിനെ കിട്ടണം കേട്ടോ. നമ്മള് ദാനിഷ് ഇടാൻ നോക്കണം. ഞാനിട്ടിട്ട് ചെറുതിനെ കിട്ടുന്നത്. അപ്പൊ ദാനിഷ് ഒന്ന് ഇട്ട് നോക്കണം. അപ്പൊ ദാനിഷ് ഇടാന് നിക്കാണ്. ദാനിഷ് സെറ്റായോ? മെല്ലെ കേട്ട് നോക്ക്. പോയോ? കിട്ടി. വലുതല്ലേ കിട്ടിയില്ലേ? അയ്യോ ഓ, എന്താ പൊക്കിയില്ലേ? എന്തൊരു പട്ടിക്കല. അമ്പോ അയ്യോ നമുക്ക് സാധനം കിട്ടി കണ്ടില്ലേ? അയ്യോ മൈ ഗോഡ്, ഇത് എത്ര കിലോ ഉണ്ടാവും? 3 കിലോ എടുത്തുണ്ടോ? 2-3 എന്തായാലും 3 എടുക്കട്ടോ. ബിരിയാണിയൊക്കെ അത് എടുത്തൂടെ? പിടിച്ചോ, ആ സൈഡിലേക്ക് പോ. അജ്ജാണ് പാവ് കിട്ടിയത്. ഒരു 3 കിലോ ഉണ്ടാവും ഇത്. ഒരു 3 കിലോ. ഇത് എന്താണ്? നട്ടറാണ്. പോകണ്ടല്ലേ? പിന്നെ ഇത് വേണോ? ഫിഷിനെ കിട്ടിയിരുന്നത് 4-5 കിലോ വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ കൊക്ക പൊട്ടിച്ച് പോയി. ഒരു രക്ഷയില്ല, ഭയങ്കര വെയിറ്റ് ആണ്, പൊക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കൊക്ക പൊട്ടിച്ച് പോയത് ഭയങ്കര മിസ്സായി പോയി. നമുക്കിപ്പോൾ കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 കിലോ വെയിറ്റ് ഉള്ളതാണ്. നമുക്കൊരു 6 കിലോ എങ്കിലും വേണം. ഞങ്ങൾ ഒരു 5-8 പേരുണ്ട്. അപ്പോൾ 6 കിലോ എങ്കിലും വേണം. അപ്പോൾ അവിടുന്ന് നമ്മൾ ചൂണ്ടൽ ഇട്ടത് 2 ചൂണ്ടയും പൊട്ടിച്ച് പോയി മീൻ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇവർ എടുത്തു തരും മീൻ. ഇവിടെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള മീനുകൾ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് അവർ വല ഇട്ടിട്ട് എടുക്കുകയാണ്. വലയിട്ട് എടുത്തിട്ട് നമുക്കൊരു 6 കിലോ എന്തായാലും വേണം. അപ്പോൾ ഒരു 2.5 കിലോ കൂടി കിട്ടുമെന്ന് നോക്കുകയാണ്. അപ്പോൾ പിടിച്ചിട്ടുണ്ട്. എന്താ ചേട്ടല്ലേ? അതിന് വലുതാക്കണം. അത് ഉണ്ടാവില്ല, 2.5 ഉണ്ടാവില്ല. എത്ര ഉണ്ടാവും? 2ന്റെ അടുത്തല്ലേ? അതിന്റെ ഒന്ന് വലുതുണ്ടാവും. ചാടി ചാടി ഉള്ളിൽ ഫുള്ള് നട്ടറുള്ളൂ അല്ലേ? ഫുള്ള് നട്ടറാട്ടത്. എത്ര മീനാണ് ഇതിലെ? വലുതിൽ വന്ന് നോക്കി. ആ വലുത് അതന്നെല്ലേ? പിടിച്ചോ. ഓക്കെ, മീനെ തൂക്കാണ് കേട്ടോ ഇവിടെ. ഇത് 1,740 ഉള്ളൂ. നമുക്ക് ആദ്യം നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച മീനെ കൂടി വെക്കുകയാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് 5 കിലോ 225 ഗ്രാമാണ് ഉള്ളത് മൊത്തം. 2 മീനും കൂടി 5 കിലോ 225 ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരെണ്ണത്തിനെ ബിരിയാണി ആക്കാം, ഒരെണ്ണത്തിനെ തവ ഫ്രൈ ചെയ്യാം. എന്നിട്ട് അത് ചെയ്തിട്ട് നമുക്ക് കാണാം.
ഞങ്ങൾ പോവാണ്. മീൻ കിട്ടി 5 ഗ്രാം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ കിട്ടി ഞങ്ങൾ മീനെ കൊണ്ടുപോവാണ്. നമുക്ക് മീൻ കൊണ്ടുപോയിട്ട് നമുക്കതിന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ബിരിയാണിയും ഈ ഫിഷ് ബിരിയാണിയും പിന്നെ ഒരു ഫിഷ് തവ ഫ്രൈയും ഇത് രണ്ടുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കത് റെഡി ആക്കിയിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട്, എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് മീൻ കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതുകൂടി ഞാനിതിലിടാം. അത് മാത്രമല്ല ഇനി ഇവിടെ വന്നിട്ട് മീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂണ്ടിട്ട് പിടിക്കാം. നിങ്ങൾ പിടിക്കുന്ന മീൻ ഇതേപോലെ തൂക്കിയിട്ട് കിലോയ്ക്ക് 250 രൂപയാണ് വരുന്നത്. നട്ടർ പറയുന്നത് മീനുണ്ട്. നട്ടർ എന്ന് പറഞ്ഞ മീനാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇതിൽ സിലോഫി, അതേപോലെ തന്നെ ചെമ്പല്ലി, കട്ല, അങ്ങനത്തെ ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട്. മീനുകൾ ഒരുപാട് ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ട, ചൂണ്ടയിൽ ഏതാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ മീനിൻ്റെ അത്ര ഒരു കിലോയ്ക്ക് 250 രൂപ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മീൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ നമുക്ക് വായ്പാറപ്പടി, മഞ്ചേരി വായ്പാറപ്പടി വെള്ളാരങ്കല്ല് റോഡിലാണ് ഇതുള്ളത്. അപ്പോൾ മലനാട് ഫിഷ് ഫാമാണ് ഇതിൻ്റെ പേര്, മലനാട് ഫിഷ് ഫാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതേപോലെ വാങ്ങി പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അവർ പിടിച്ച് വേറെ തരും. ചൂണ്ടിട്ട് പിടിക്കുന്ന രസമാണ്. ചൂണ്ടയിടൽ നമ്മൾ പുഴയിൽ പോയി ചൂണ്ടയിടുമ്പോൾ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ ലെക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇത് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ചൂണ്ടിട്ട് എന്തായാലും സാധനം കിട്ടും നമുക്ക് എന്തായാലും. അപ്പോൾ കിട്ടുന്ന മീനെ കൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ പിടിച്ച ഒരു ഫീലും ഉണ്ടാവും, ഒരു നല്ലൊരു എൻജോയ്മെൻറ്റും കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പിടിച്ച മീനിനെ കൊണ്ട് അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് നമ്മളെ ഫിഷ്. നമ്മൾ ഇതാ തവയാക്കിയിട്ടുണ്ട്, കുറച്ച് നമ്മളിതാ ബിരിയാണി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണിയുടെ റൈസാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം, എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഫിഷ് ബിരിയാണി നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക്. അത് മാത്രമേ ടേസ്റ്റ് ചെയ്തോളൂ. ഫിഷ് ബിരിയാണി കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. നമ്മ പൊളി സൂപ്പർ സാധനം കേട്ടോ.